PSC ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. കടുത്ത നിലപാടിലാണ് മുഖ്യമന്ത്രി. അതീവ ഗൗരവമായ വിഷയമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. ക്രമക്കേടിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും VD സതീശൻ പറയുന്നു. അരുണിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, മുഖ്യമന്ത്രി സഭയിൽ എന്താ പറഞ്ഞത്? ശരി, PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉന്നതതല അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. കടുത്ത നിലപാട് തന്നെയാണ്, വളരെ ഗൗരവകരമായ വിഷയമാണെന്നും കൂടി യോഗത്തിൽ മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നു. അതിനെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിലും കൂടിയാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുന്നത്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ സമരമുഖത്തൊക്കെ ഇറങ്ങിയതാണ് ഉദ്യോഗാർത്ഥികൾ. എന്നാലും ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നാളുകളായി നീണ്ടുനിന്ന വാർത്തകൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇതാ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നത്. അരുൺ, വിശദാംശങ്ങൾ. അരുൺ, ഇപ്പോൾ ശക്തമായ ഒരു നിലപാട് മുഖ്യമന്ത്രി സഭയിൽ എടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഹരി, സഭയിലല്ല മുഖ്യമന്ത്രി നിലപാടെടുത്തത്. ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം ഏറ്റവും വിശ്വാസമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് PSC. അവിടെയാണ് വലിയൊരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു. വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാകുന്നുമുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. അതിലാണ് മുഖ്യമന്ത്രി തന്റെ കടുത്ത നിലപാട് അറിയിച്ചത്. ഇതങ്ങനെ വിട്ടുകളയാൻ കഴിയുന്ന വിഷയമല്ല. PSCയുടെ വിശ്വാസ്യത ചോരുന്ന സംഭവമാണ്. കടുത്ത നടപടി ഉണ്ടാകുമെന്ന സൂചന ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി നൽകി. ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കണ്ട് മന്ത്രി ജനീഷിന്റെ നേതൃത്വത്തിൽ പരാതി നൽകും. ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം. PSC നിലവിൽ റാങ്ക് പട്ടികയിൽ വിവാദത്തെ തുടർന്ന് ആഭ്യന്തര അന്വേഷണമാണ്. PSCയുടെ SP പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് SP-യുടെ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതുപോരാ, ആ അന്വേഷണം പോരാ നിലപാടിലേക്ക് പൊതുവെ വിഷയം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നതതല IPS ഉദ്യോഗസ്ഥൻ കുറയാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ തീരുമാനമുണ്ടായേക്കും. യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലാണ്. ഇത് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. PSCയുടെ നിയമന പ്രക്രിയയെ അതിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക്, അതിന്റെ വിശ്വാസത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം മാറുന്നു എന്ന വിലയിരുത്തലാണ് ഉയർന്നു വരുന്നത്. ഈ നിയമനത്തിൽ ഇപ്പോൾ ആസൂത്രണ ബോർഡിലെ നിയമനത്തിൽ മാത്രമല്ല, നേരത്തെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിയമനം, PRD-യുടെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിയമനം, അതുപോലെ KAS റാങ്ക് പട്ടിക എന്നിവയിലും വലിയ സംശയമാണുള്ളതെന്ന വിമർശനമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വൈകാതെ ഇതിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. 10 വർഷത്തെ PSC നിയമനങ്ങളിൽ, പ്രധാനപ്പെട്ട തസ്തികകളുടെ നിയമനങ്ങളിൽ പരിശോധന വേണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ശരി, വ്യക്തമാണ്. അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. അരുൺ തുടരണം. PSC മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിക്കുന്നു. അനധികൃത നിയമനം റദ്ദ് ചെയ്യണമെന്ന് മന്ത്രി OJ ജനീഷ്. KAS PRD നിയമനങ്ങളും സംശയത്തിലാണ്. അതീവ ഗുരുതരമായ ക്രമക്കേടെന്നും ആസൂത്രിത ശ്രമമുണ്ടോ എന്ന് സംശയിക്കുന്നതായും PSCയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ. PSCയുടെ നാളിതുവരെ നടത്തപ്പെട്ട പരീക്ഷകളെ സംബന്ധിച്ച് ഒരു സ്ക്രീനിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഉയർന്ന റാങ്കിൽ ഇപ്പോൾ ആഭ്യന്തര വിജിലൻസാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. PSCയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ റാങ്കിങ്ങിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ വളരെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സംസ്ഥാന ഗവൺമെൻറ്റിന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ഇന്ന് കണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. 15 ദിവസത്തിനുള്ളിൽ അപേക്ഷകൾ നൽകണമെന്ന ഘട്ടം നിലനിൽക്കെ അപേക്ഷകൾ നൽകിയാലും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം. ഉത്തരക്കടലാസിൻ്റെ കോപ്പി ലഭിക്കുന്നതിന് കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിലെ ഈ PSCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തിൽ സർക്കാരിൻ്റെ സമീപനവും വളരെ പോസിറ്റീവായി തന്നെയാണ്. ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നുള്ളത് തന്നെയാണ്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് സർക്കാരിനെ കൂടി അറിയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അരുൺ, ഇതിൽ PSCയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഭരിക്കുന്ന സമയത്ത് തന്നെ UDF ഒരു കാര്യം പറഞ്ഞിരുന്നത് PSCയിൽ ഉദ്യോഗാർത്ഥികളെ താല്പര്യങ്ങൾക്കനുസരിച്ച് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഭ്യന്തര വിജിലൻസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വിശ്വാസമില്ല എന്ന് വേണോ കണക്കാക്കാൻ? ഇതിൻ്റെ തീരുമാനം, ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും?
PSCയുടെ വിജിലൻസ് സംഘത്തിന് നേതൃത്വം നൽകുന്ന ഒരു SP ആണ്. പക്ഷെ കഴിഞ്ഞ കുറെ മാസങ്ങളായി അവിടെ SP എന്ന പദവി ഇപ്പോൾ ഇല്ല. DYSPക്കാണ് പകരം ചുമതല. അതുകൊണ്ട് തന്നെ SP അന്വേഷിച്ചാൽ പോലും അത് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകില്ല, സുതാര്യമാകില്ല എന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഉന്നത ഏജൻസി അന്വേഷണം, ഉന്നത ഉദ്യോഗസ്ഥ അന്വേഷിക്കണം, IPS റാങ്കിലുള്ള IGO DIGO അത്തരം ഉദ്യോഗസ്ഥ അന്വേഷിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മനസ്സിലും അത് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇത് അത്ര PSC മുഴുവൻ സംശയമില്ലാത്ത തരത്തിലേക്ക് അന്വേഷണം പോകാനും കഴിയില്ല. അതിന് പകരം അവിടെ എല്ലാ പരീക്ഷകളും പ്രശ്നത്തിലാണെന്നോ എല്ലാം പൂർണ്ണമായും തട്ടിപ്പാണെന്നോ ഉള്ള ഒരു പൊതുബോധം ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള അന്വേഷണമാകും ഉണ്ടാവുക. ഈ സംശയമുള്ള തസ്തികകൾ മാത്രമായി ഒരുപക്ഷെ അന്വേഷണം ചുരുക്കും. ഇപ്പോൾ പുറത്തു വന്ന വളരെ കൃത്യമായ ക്രമക്കേട് നടന്നത് വ്യക്തമായത്, അതായത് 51 മാർക്കിന്റെ ചോദ്യം വാലിഡേറ്റ് ചെയ്യാതെ വിട്ട ആസൂത്രണ ബോർഡിലെ പോസ്റ്റുകൾ, അതിനൊപ്പം തന്നെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിയമനം, സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ്. അവിടെ പക്ഷേ അയോഗ്യരായ ആളുകൾ കഴിഞ്ഞ 2 പരീക്ഷകളിലായി കടന്നുകൂടിയെന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നതാണ്. വ്യാജ പ്രവൃത്തി വലിയ സർട്ടിഫിക്കറ്റ് അടക്കം PRD ഉന്നതർ ഇടപെട്ട് നൽകിയെന്ന ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് KAS ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. നേരിട്ട് IASലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു പദവി കൂടിയാണ്. ആ KAS പരീക്ഷയിലും ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് പലയിടത്തും നിയമനം കിട്ടിയത്, അല്ലെങ്കിൽ അത്തരം അനുഭാവികൾ കിട്ടിയെന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട പദവികളിലെങ്കിലും 10 വർഷത്തെ നിയമനങ്ങളിൽ നിയമന പ്രക്രിയയിൽ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അത് പൊതുവിൽ PSCയുടെ വിശ്വാസ്യതയെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അന്വേഷണ നീക്കമാകും സർക്കാർ നടത്തുക. അരുൺ, ഈ PSCയുടെ വിശ്വാസ്യതയെ ബാധിക്കാതെ എന്ന് പറയുമ്പോൾ പോലും ഇതെങ്ങനെയായിരിക്കും? ഇപ്പോൾ പ്രത്യേകിച്ച് ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം സർക്കാർ വിലയിരുത്തിയതിന് ശേഷം ഒരു നടപടിയിലേക്ക് നീങ്ങും എന്ന് വേണോ കണക്കാക്കാൻ? അതോ അടിയന്തരമായി തന്നെ സഭയിൽ ഇത് ഉന്നയിച്ച് മുന്നോട്ടുള്ള നീക്കത്തിലേക്കായിരിക്കും? കാരണം നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയും വൈകുമോ സർക്കാർ എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. അധികം വൈകാനിടയില്ല. മന്ത്രിസഭാ യോഗത്തിൽ ഇന്നലെ ഈ വിഷയം വന്നതാണ്. മന്ത്രിസഭാ യോഗത്തിൽ സ്വാഭാവികമായി ഓട്ടോകജന്റെ വിഷയം വരുമ്പോൾ കടുത്ത അതൃപ്തിയും അതിലെ കടുത്ത അമർഷവും മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചു. സ്വാഭാവികമായും അത് അന്വേഷണം വൈകിപ്പിക്കില്ല എന്ന നിലപാടായി തന്നെ കാണേണ്ടി വരും. യുവജനീഷ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ഈ മന്ത്രിസഭയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകളിലും അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ PSC നമുക്കറിയാം യുവാക്കൾ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നുവെന്ന് പൊതുവിൽ വിശ്വസിക്കപ്പെടുന്ന സ്ഥാപനമാണ്. നേരത്തെയൊക്കെ അതിന് വിരുദ്ധമായ ചില സംഭവങ്ങൾ പരീക്ഷാ ക്രമക്കേടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ പൊതുവിൽ PSCക്ക് ഒരു വിശ്വാസതയുണ്ട്. അതിന് കോട്ട തരത്തിൽ അതിൽ ജനങ്ങൾക്ക് ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം നഷ്ടപ്പെടാത്ത തരത്തിലുള്ള അന്വേഷണമാകും. അവിടെ ഈ തട്ടിപ്പ് നടന്ന അല്ലെങ്കിൽ ക്രമക്കേട് നടന്ന സംഭവങ്ങളിൽ അവരെ മാത്രം പുറത്തു കൊണ്ടുവരികയും യഥാർത്ഥത്തിൽ ഈ 10 വർഷവും സ്വാഭാവികമായ ഒരു സ്ക്രീനിംഗ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതി റാങ്ക് പട്ടികയ്ക്ക് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർ വലിയ ആശങ്കയിലാകും. അങ്ങനെ കൃത്യമായി പഠിച്ച് നേരായ വഴിയിലൂടെ പട്ടികയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ജോലി ലഭിച്ച ഉദ്യോഗാർത്ഥികളെ ബാധിക്കില്ല. അല്ലാത്ത ഈ ക്രമക്കേടിലൂടെ കടന്നുകൂടിയവരുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള അന്വേഷണമാകും സർക്കാർ നടത്തുക എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഉന്നതതല അന്വേഷണത്തിന്റെ തീരുമാനം പ്രഖ്യാപിച്ചേക്കും. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. നിയമസഭ പിരിയുന്നു എന്ന് ഗവർണർ അറിയിക്കാൻ ഒരു സാങ്കേതിക നടപടികൾക്ക് മാത്രമായാണ് മന്ത്രിസഭാ യോഗമെങ്കിലും ആ യോഗത്തിൽ ഇത്തരമൊരു ഔട്ട് ഓഫ് അജണ്ടയായ വിഷയം വന്നാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അത്രയധികം ഗൗരവമുള്ള വിഷയമായി ഇതിനകം മാറിക്കഴിഞ്ഞു. ശരി, വ്യക്തമാണ്. ഇന്ന് തന്നെ ഒരു ഉന്നതതല അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ക്രമക്കേടിലൂടെ കടന്നുകൂടിയവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങാം. സർക്കാർ അന്വേഷണത്തിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണം സർക്കാർ വിലയിരുത്തിയ ശേഷം ഒരു തുടർ നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. PSC മൊത്തത്തിലായിട്ട് കരിനിഴലിൽ നിർത്താതെ ക്രമക്കേടിലൂടെ കയറിയവരെ മാത്രം പിടികൂടുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നത് തന്നെയായിരിക്കാം സർക്കാരിൻ്റെയും ലക്ഷ്യം. നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം തന്നെ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും കഴിഞ്ഞ 10 വർഷ കാലയളവിൽ UDF PSCയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യവും ഈ PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതതല അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യവും കൂടി ഉണ്ടായിരുന്നു. അതിനനുസരിച്ചായിരിക്കും സർക്കാരും അന്വേഷണത്തിലേക്ക് നീങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. VV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.